വൃഷഭ വൃഷഭ എന്നല്ല, ഇതിന് ശരിക്കും പറഞ്ഞത് ഇതൊരു ഡ്രാമയാണ്. എനിക്ക് തോന്നുന്നു ഇതൊരു ബാലയെന്ന് തന്നെ പറയേണ്ടി വരും. കാരണം അത്രത്തോളം മോശപ്പെട്ട ഒരു സിനിമയായിട്ടാണ് ചെയ്തേക്കുന്നത്. കാരണം ലാലേട്ടന് ഇവരോട് ഒരു കോസ്റ്റ്യൂം എങ്കിലും ചോദിക്കാൻ പാടില്ല. ഒരു നടനല്ലേ, നമ്മുടെ സൂപ്പർ സ്റ്റാറല്ലേ, നമ്മുടെ ഏറ്റവും കൂടുതൽ ആരാധിക്കുന്ന ഒരു നടനല്ലേ, ഒരു നല്ലൊരു കോസ്റ്റ്യൂം എങ്കിലും ചോദിച്ചു മേടിക്കാൻ പറ്റില്ല. അവരെന്തെങ്കിലും പറയുമോ പുള്ളിയെ? അതെന്തിനാണ് അങ്ങനെ ചെയ്യുന്നത്? ഇത്രയും നല്ലൊരു നടനെ നമ്മുടെ ഒരു 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 പയ്യൻ, ഇതിനകത്ത് അഭിനയിക്കുന്ന പയ്യൻ ചെകിട്ടതൊക്കെ അടിക്കുകയാണ്. നമ്മുടെ നായകനെ സൂപ്പർ സ്റ്റാറിനെയൊക്കെ എവിടെ കിടക്കുന്ന ഒരു വെട്ടാവളയും ചെറുക്കം പിടിച്ചിട്ട് തല്ലുകയാണ്. അവരുടെയൊക്കെ നാട്ടിൽ നടക്കും ഇങ്ങനെയൊക്കെ. എന്തിനാ ഇങ്ങനെ പടത്തിൽ പോയി അഭിനയിക്കുന്നത്? എല്ലാ പടവും ഇത് തന്നെയാണ്. ഇത് ആറാട്ട് സിനിമയില്ലേ, ആറാടുക എന്ന് പറഞ്ഞാൽ ശരിക്കും ആറാട്ട് സിനിമ ഒരു ദൈവഭക്തി കൂടെ മിക്സ് ചെയ്തെടുത്തുള്ള ഒരു സിനിമയാണ്. നല്ല വലിയ സിനിമയൊന്നും അല്ല. ഇത് ട്രോൾ മഴ കിട്ടും, ലാലേട്ടനെ തൂത്തുവാരും. അത് മാത്രമല്ല 2025 നിങ്ങളൊന്ന് ആലോചിച്ചു, ഏറ്റവും നല്ല വർഷം നമുക്ക് തന്ന, ഏറ്റവും ഹിറ്റ് തന്ന നടനാണ് ലാലേട്ടൻ. 2025 അവസാന നിമിഷം കൊണ്ടൊന്ന് ഈ വെള്ളം കോരിട്ട് കലോട്ട് ഉടയ്ക്കുന്ന ഒരു അവസ്ഥയ്ക്ക് വളരെ മോശമായിട്ട് എനിക്ക് പറയാനുള്ളൂ. വേറെ ഒന്നും പറയാനില്ല. കാരണം അത്ര മോശമാണ് സിനിമ. ഒരു ബിഗ് ബഡ്ജറ്റും ഇല്ല, ഇതിനൊന്നും ഒരു ബഡ്ജറ്റും ഇല്ല. ഇത് ഗ്രാഫിക്സാ ഫുള്ള്. അതിന് 150 പേരെ വെച്ചിട്ട് സിനിമ ചെയ്തിട്ട് ബഡ്ജറ്റ് എന്ന് പറഞ്ഞിട്ടല്ല. ഇതെല്ലാം പ്രൊഡ്യൂസർമാരൊക്കെ അഭിനയിച്ചാന്ന് എനിക്ക് തോന്നുന്നത്. അത് മാത്രമല്ല, ഒരു നല്ലൊരു നായികയെങ്കിലും കൊടുക്കാൻ ലാലേട്ടൻ. എത്രയോ നമ്മളെ മലയാളികളെ എത്രയോ നല്ല നടീ നടന്മാരുടെ ഇടയിൽ കിടന്ന് അഭിനയിക്കുന്ന ഒരു നടനല്ല ലാലേട്ടൻ. നല്ലൊരു നടിയെങ്കിലും ചോദിച്ചു മേടിക്കാൻ പാടില്ലേ? അതും ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. സ്റ്റോറി എന്താണ്? ആറാട്ട് സിനിമയില്ലേ, അതിൽ കുറച്ച് ദൈവഭക്തി കൂടെ ആഡ് ചെയ്തു, അത്രേ ഉള്ളൂ. ആറാട്ട് സിനിമ നിങ്ങൾ കണ്ടു, ആറാട്ട് സിനിമ അല്ലത്. എന്റെ ഫൈറ്റിനെ സംബന്ധിച്ച് ഫൈറ്റ് നമുക്ക് അറിയാമല്ലോ. ലാലേട്ടന്റെ ഫൈറ്റ് എപ്പോഴും നല്ല മികച്ച ഫൈറ്റ് തന്നെ. അത് ഏത് ഭാഷയിൽ പോയാലും ഫൈറ്റ് അടിപൊളി തന്നെയായിരിക്കും. അത് ഇതിനകത്തും ഉണ്ട്, ഫൈറ്റും ഉണ്ട്. ഇതിനകത്തില്ലാന്നൊന്നും ഞാൻ പറയണില്ല, ഫൈറ്റൊക്കെ ഉണ്ട്. പക്ഷെ നമ്മൾ ചെയ്യുമ്പോ ലാലേട്ടനെ കുറിച്ച് അവകാശങ്ങളൊക്കെ ചോദിച്ചു മേടിക്കാൻ പാടില്ലേ? അദ്ദേഹത്തിന് അതിനുള്ള ഫ്രീഡം ഇല്ലേ? അദ്ദേഹത്തിന് വലിയ ഒരു പാനിന്റെ നടൻ തന്നെയാണ് ലാലേട്ടൻ. അപ്പൊ അവകാശങ്ങൾ ചോദിച്ചു മേടിക്കണം, നല്ല കോസ്റ്റ്യൂം സജഷൻ ചെയ്യണം. ഇതിനൊക്കെയുള്ള അവകാശം അദ്ദേഹത്തിന് ഇല്ലേ? ആരെങ്കിലും എന്തെങ്കിലും പറയുമോ? അദ്ദേഹത്തിനെ ചോദിച്ചു മേടിക്കണം, കിട്ടാത്ത ചോദിച്ചു മേടിക്കണം. അങ്ങനെയാണ് പറ്റുള്ളൂ. അങ്ങനെയുള്ള ക്യാരക്ടറുകൾ ചെയ്താൽ മതി. അവകാശങ്ങൾ ചോദിച്ചു മേടിക്കാനുള്ള നടനാണ് ലാലേട്ടൻ. രണ്ട് കാലഘട്ടങ്ങൾ